മത്തങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന റെസിപ്പി ഏതാ? മത്തങ്ങ വൻപയർ എരിശ്ശേരി അല്ലേ? എന്നാൽ ആ ചിന്ത ഇനി അങ്ങ് മാറ്റി വെച്ചോ. എന്നിട്ട് ഈ ഒരു റെസിപ്പി ഇനി മത്തങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ റെസിപ്പി. നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് ഇത് കഴിക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇത് വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയും അതുപോലെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ പച്ചമുളക് കുറച്ച് അധികം ചേർക്കണം, കാരണം മത്തങ്ങ കുറച്ച് സ്വീറ്റ്നെസ് ഉള്ളൊരു ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എരിവ് കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് ഈ റെസിപ്പിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ പച്ചമുളക് കുറച്ച് അധികം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. മത്തങ്ങ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് കുക്കായി വരുമ്പോൾ വെന്തുടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 3 മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എഗ് പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാ, മത്തങ്ങ വാങ്ങാൻ പോവല്ലേ? പോകുന്നതിന് മുമ്പ് ആ ലൈക്ക് ഒന്ന് അടിച്ചേക്ക് കേട്ടോ.